കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ പെന്തക്കോസ്ത് മാധ്യമ പ്രവർത്തകരുടെ എഴുത്തുകാരുടെ സംഘടനയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തന രംഗത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ചേർത്തുള്ള ഒരു കൃതി പുറത്തിറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനോടൊപ്പം എന്നുള്ളതാണ്. അദ്ദേഹം യേശുക്രിസ്തുവിനോടൊപ്പം പ്രസംഗപീഠത്തിലും തെരുവിലും, ഞാൻ ആദ്യ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ തെരുവ് പ്രസംഗങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹം തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ, അദ്ദേഹത്തിന് പറയുവാനുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ ഗ്രന്ഥം 300 രൂപയാണ് ഇതിൻ്റെ വില. എനിക്ക് തോന്നുന്നത് ഇത് ഒരു 300-ലധികം പേജുകളുണ്ട്. ഈ പുസ്തകം താല്പര്യമുള്ളവർ ഇതിൽ പാസ്റ്റർ പി ജി മാത്യൂസിൻ്റെ നമ്പർ സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കും. അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാം പാസ്റ്റർ പി ജി മാത്യൂസ്. നമ്മൾ ഈ എപ്പിസോഡിൽ പറയുവാൻ, അല്ലെങ്കിൽ എനിക്ക് കേൾക്കുവാൻ താല്പര്യമുള്ള ഒരു കാര്യം, ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൽ വലിയൊരു വിഭജനം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വലിയൊരു വിഭജനം. അതെ, അത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ കാര്യങ്ങളായിരുന്നു. ആ കൂട്ടത്തിൽ അതിൻ്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക സ്ഥാനത്തൊന്നും അല്ലെങ്കിൽ പോലും അതിനൊരു മോറൽ സപ്പോർട്ട് കൊടുത്ത്, അതിന് ശരിക്കും ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ് കൊടുത്ത് അതിനെ നിലനിർത്തിയ 2 പേരാണ് പാസ്റ്റർ പി ജി മാത്യൂസും കാനോച്ചനും. അതെ, നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ നിയന്ത്രണവും നിങ്ങളുടെ നേതൃത്വവും ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഈ 2 ഭാഗമായിട്ട് തിരിയത്തില്ലായിരുന്നു. അതെ, അപ്പം വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പി ജി മാത്യൂസ് ആണ് ഈ വിഭജനത്തിന് കാരണക്കാരൻ. ആണോ അല്ലേ? ഒരു നിലയിൽ അങ്ങനെയാണെന്ന് പറയാം. ഒരു നിലയിൽ, അതെ, ഒരു വീക്ഷണത്തിൽ അങ്ങനെ പറയാം. എല്ലാ വീക്ഷണങ്ങളിലും അങ്ങനെ പറയാനൊക്കത്തില്ല. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, എനിവേ ആ വിഭജനം അതിനുശേഷം യോജിക്കാൻ സാഹചര്യങ്ങളുണ്ടായി. ആ യോജിക്കാനുള്ള യോജിക്കാൻ കാരണമായ ഒരാളും പി ജി മാത്യൂസ് ആണ്. അതെ അതെ, അത് ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അത് ഏറ്റെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ വീക്ഷണത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ചരിത്രം ഓൾമോസ്റ്റ് കാര്യങ്ങൾ അറിയാം. ഞാനിത് കണ്ടിട്ടുള്ള ആൾ. അതെ, കാരണം ഈ തിരുവല്ലയിൽ നടന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ വിഭജനത്തിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ, ഒരു ഹോട്ടൽ അശോകയിൽ നടന്ന ആ മീറ്റിങ്ങും പോലീസിൻ്റെ സാന്നിധ്യവും 100 കണക്കിന് പോലീസുകാരുടെ കാവലിൽ നടന്ന സ്റ്റേറ്റ് കൺവെൻഷൻ, സ്റ്റേഡിയത്തിൽ നടന്ന സ്റ്റേറ്റ് കൺവെൻഷൻ, അവിടെ വെച്ചുണ്ടായ സംഘർഷം, ഇതെല്ലാം അനുഭവിക്കുകയും കാണുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ തീരെ ചെറുപ്പത്തിൽ ഞാനിത് കണ്ടത്. അതുകൊണ്ട് അന്ന് മുതലുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇതിൻ്റെ നാൾ വഴികളെല്ലാം അറിയാം, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയാം. എന്നാൽ പലതും ഒരു പബ്ലിക്കിൽ ഇപ്പോൾ പറയുമ്പോൾ പറയേണ്ടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇന്നത് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ദുഃഖകരമായ ഒരു വിഭജനം സഭയിലുണ്ടായി. പാസ്റ്റർ പി എ വി സാം എന്ന് പറയുന്ന മഹാനായ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ചർച്ച് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ഒക്കെ എന്ന് പറയുന്നത് ചർച്ച് ബോർഡിൻ്റെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വലിയ ഫിഗർ ആയിരുന്നു ചർച്ച് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം. ആ പി എ വി സാം സാറുമായിട്ടുള്ള വിയോജിപ്പുകളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വേറൊരു ചർച്ച് ഓഫ് ഗോഡ് എന്നുള്ള നിലയിൽ മാറി നിൽക്കാനായിട്ടുള്ള ഒരു കാരണമായത്. അന്ന് ഈ ചർച്ച് ഓഫ് ഗോഡ് വിട്ടുപോകാൻ നിങ്ങൾക്കൊരു ചിന്ത ഇല്ലായിരുന്നു? കാരണം ഞങ്ങള് ഏത് കാലത്തും സാമുടി ഭാഷ, ഏത് കാലത്തും ഈ പക്ഷം എന്ന് പറയുന്നൊരു കാര്യം ഏത് കാലത്തും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കുറച്ച് ഡെവലപ്പ് അങ്ങായി. അന്നേ കാലത്ത് കുറച്ച് 2 പക്ഷമായിട്ട്, എന്താ മുളക്കഴയും കുമ്മനാട് എന്ന് പറഞ്ഞ് 2 പക്ഷമായിട്ട് നിൽക്കത്തക്കോണമുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ വന്നെങ്കിലും അങ്ങനെ വരരുതായിരുന്നു, വന്നു പോയി. ആദിമസഭയിലും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ ഉണ്ടായിട്ടുണ്ട്. ഈ ചർച്ച് ബോർഡിൽ പക്ഷേ
ഈ സന്ദർഭത്തിലാണ് അങ്ങനെ ഇതുപോലൊരു നിങ്ങളുടെ ഇടയിൽ തന്നെ ഈ പിന്നെ റീജിയനും അതല്ലേ ഏറ്റവും വലിയ വിഭജനം. ഇന്നും യോജിക്കാൻ പറ്റാത്തൊരു വിഭജനമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു. അങ്ങനെയൊക്കെ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഈ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം വിട്ട് വേറൊരു പ്രസ്ഥാനം ഉണ്ടാക്കാനോ വേറൊരു പ്രസ്ഥാനത്തിലോട്ട് പോകാനോ ഉള്ള ഒരു ചെറിയൊരു പ്രേരക ഇടപെടലുകളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അല്ല, ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചോ? മറ്റേതെങ്കിലും പ്രസ്ഥാനക്കാർ നിങ്ങളെ ക്ഷണിച്ചായിരുന്നോ? നിങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് പോരെ, ഇവിടെ ഞങ്ങൾ ചേർത്തോളാം എന്ന് പറഞ്ഞാൽ? അങ്ങനെ ക്ഷണിച്ചായിട്ട് ഓർമ്മയില്ല. അന്ന് അത്രയും ബുദ്ധിപരമായിട്ടൊക്കെ ഓരോരുത്തരൊക്കെ ക്ഷണിച്ച ഓർമ്മയുണ്ട് എന്നെ. ഇന്നായിരുന്നെങ്കിൽ ആരെങ്കിലും ക്ഷണിച്ചോണ്ട് പോയില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനക്കാരൊന്നും അങ്ങനെ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പോരെ, ഇതിൻ്റെ അകത്തല്ലേ ഭാവി, അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റാമിന ഉള്ള ആളല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഓഫറുകളും അങ്ങനെയുള്ള പറച്ചിലുകളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മളൊന്നും ചെവിക്കൊണ്ടിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെ പുതിയൊരു പ്രസ്ഥാനം തുടങ്ങാനോ പുതിയൊരു ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും ഉള്ള ഒരു രീതിയിലല്ല ഈ കാര്യങ്ങൾ സംഭവിച്ചു പോയി. അത് 94 അത് ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ തിരിയരുതായിരുന്നു. നിങ്ങളുടെ കൂടെ എത്ര സഭ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ സഭയുടെ കറക്റ്റ് എണ്ണം ഓർക്കുന്നില്ലെങ്കിലും അന്ന് നമ്മുടെ അനുഭവത്തിൽ 160 സഭകൾ, അത് കാര്യപ്രസക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട സഭകൾ അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുകയായിരുന്നു. പിന്നീട് വിദേശ രാജ്യങ്ങളിലുള്ള അന്നെല്ലാം കൂടെ 500 താഴെ സഭകളല്ലേ ചർച്ച കൂടുന്നുള്ളൂ. അതിൽ 150-160 സഭകളോടും നമ്മളുടെ ബന്ധത്തില്ല. ബാക്കി മുളക്കഴയുമായിട്ടുള്ള ബന്ധത്തില്ല. എണ്ണത്തിൽ കൂടുതൽ അവരുടെ കൂടെയായിരുന്നു. എന്നാൽ കാര്യപ്പെട്ട സഭകളെല്ലാം നിങ്ങളുടെ കൂടെ ആയിരുന്നു. പഴയ കുക്ക് സാഹിബ് സ്ഥാപിച്ച സഭകളും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചർച്ചകളിലെ എണ്ണം പറഞ്ഞ സഭകളെല്ലാം ആയിരുന്നു. എണ്ണം പഴയ പാസ്റ്റർമാരായിട്ടുള്ള ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറയുന്ന ഇങ്ങനെ ഒത്തിരി പാസ്റ്റർമാരുണ്ടല്ലോ. തോമസ് ജോർജ്, ജൂബി ദാനിയേൽ, അതിനു മുമ്പേ പഴയ ആളുകൾ, E.A. വർഗീസ്, പിന്നെന്തുവാ തുടങ്ങി, പിന്നെ നമ്മുടെ A.T. തോമസ് പാസ്റ്റർ, ഇങ്ങനെ ഒത്തിരി പ്രായമുള്ള പാസ്റ്റർമാരൊക്കെ നമ്മളെ സ്പിരിച്വലി മെൻ്റലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ടാണ് അന്ന് അങ്ങനായിരുന്നു. അങ്ങനെ നിങ്ങൾ കുമ്പനാട് കേന്ദ്രമാക്കി പുതിയൊരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോയി. അത് രജിസ്റ്റർ ചെയ്തില്ല, അങ്ങനെ ആയിട്ട് തന്നെ ഇങ്ങനെ മുൻപോട്ട് പോയി. അപ്പം നിങ്ങൾക്ക് ഒരു ഉറപ്പ്, ഈ അന്തർദേശീയ സഭയാണല്ലോ ഇത്. അതെ. ആ സഭയുടെ ലീഡർഷിപ്പിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഇങ്ങനെ രണ്ടായി നിൽക്കാൻ ഒരു സ്വാതന്ത്ര്യം തന്നോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുമതി തന്നിരുന്നു? അതിനു മുമ്പേ ഇത് ഒന്നാകാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടന്നെങ്കിലും അവസാനം ഞാൻ ഓർക്കുന്നുണ്ട്, 93 ഡേറ്റ് ഓർക്കുന്നില്ല, 93 എല്ലാവർക്കാരി സാഹിബ്, സൂപ്പറുണ്ട്. അദ്ദേഹം കുമ്പനാട്ട് നമ്മുടെ ഞാൻ നല്ല കുമ്പനാട്ട് ഇരിക്കുക, പാർഷനേജിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, മാത്യൂസ്, ബ്രദർ മാത്യൂസ്, നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം എനിക്കറിയാം. നിങ്ങൾ പുതിയൊരു സഭയോ പുതിയൊരു മൂവ്മെൻ്റ് അല്ല, നിങ്ങൾ ചർച്ച് ഓഫ് ഗോഡിൽപ്പെട്ട ആളുകളാണ്. ആ സിറ്റീസ് എങ്ങനെ ഇപ്പോൾ നിൽക്കുന്നോ സംവിധാനത്തിൽ നിങ്ങൾ നിൽക്കുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ പിന്നെ ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും റെമ്യൂണറേഷനോ ഏതെല്ലാം ഒന്നും സാമ്പത്തിക സഹായം ആവശ്യപ്പെടരുത്. അങ്ങനെ തരാൻ പോകത്തില്ല. വേറൊരു ലീഡർഷിപ്പായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ആളുകളായിട്ട് ഇന്ന ആളുകളെ അങ്ങനെ ആക്കുന്നു, റീജിയൻ തിരിഞ്ഞതുപോലെ അങ്ങനെ ഒക്കത്തില്ല. ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് പോലെ നിൽക്കുക. അതായത് ചർച്ച് ബോർഡിന്റെ ഒരു ഔദ്യോഗിക സ്റ്റേറ്റ് ആയിട്ട് ഇതിനെ മാറ്റാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ തൽക്കാലം ഇപ്പൊ നിൽക്കുന്നത് പോലെ നിൽക്കുക. അങ്ങനെ ഞങ്ങൾ നിന്നു. അവരുടെ ഒരു ആത്മീയ സഹകരണം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതോ അഡ്വൈസ് ഉണ്ടായിരുന്നു? അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അഡ്വൈസ് ഒന്നും ഇല്ല. നമ്മുടെ കൺവെൻഷൻ വല്ലോ അവർ വരുമോ? വരത്തില്ല. അതെല്ലാം ഔദ്യോഗികമായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ അവർക്ക് പോകാൻ ഒക്കത്തുള്ളൂ. ടെക്നിക്കലായിട്ട് അങ്ങനെ, ഇത് ടെക്നിക്കൽ എന്നുള്ള ചില വേർഡുകൾ ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ അവര് അങ്ങനെ നിൽക്കുന്നു.
പക്ഷേ നമ്മളോട് സ്നേഹവും പ്രതിപത്തിയും സന്തോഷവും എല്ലാം ഉണ്ട്. ഇങ്ങനെ സ്പ്ലിറ്റായിരിക്കുന്ന അവസരത്തിൽ ആ സന്ദർഭത്തിലും ഞാൻ വേൾഡ് മിഷനിൽ പോയി LR കാരി സാഹിബുമായിട്ട് സംസാരിച്ചതൊക്കെ ഓർക്കുന്നു. അത് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരികയും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്നോടൊരു പ്രതിബദ്ധത, ഒരു സ്നേഹമുണ്ട്. കാരണം അദ്ദേഹം എന്നെ ഓർഡിനേഷൻ ചെയ്തു. അപ്പോൾ അത് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വിഭജിക്കും തോറും എന്താ കൂടുതൽ ഇങ്ങനെ ഉണ്ടാകുന്നെന്ന് പറയുന്ന ഒരു ഞാൻ അതിൻ്റെ ആ പൂർണ്ണ അർത്ഥത്തിൽ അങ്ങോട്ട് പറയുന്നില്ല. എന്നാലും അല്ല, നിങ്ങൾ വിഭജിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ സഭയും വളർന്നു. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനത് കണ്ടിട്ടുള്ളത്. മുളക്കട സഭ വളരെയധികം വളർന്നു. വളരെയധികം വളർന്നു. അത് എനിക്ക് അത് പറയേണ്ട കാര്യം. ഞാനത് സാംസാറിനോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് സാംസാറിനോട് ഞാൻ പറഞ്ഞു, സാറിന്റെ സ്ട്രാറ്റജി കൊള്ളാം, ഈ കൊള്ളാവുന്ന സഭയെല്ലാം വെട്ടിമുറിച്ച് രണ്ടാക്കി. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PAV സാം അദ്ദേഹം എന്നെ മുളക്കട ബൈബിൾ കോളേജിൽ 2 ആഴ്ച പഠിപ്പിച്ചതാണ്. അധ്യാപന ശുശ്രൂഷയിൽ 2 ആഴ്ച പഠിപ്പിച്ച അദ്ദേഹത്തിന് സമയമൊന്നും കിട്ടത്തില്ല. അദ്ദേഹത്തെ പോലെ ഒരു പെന്തിക്കോസ് ലീഡർ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു 80-ന് ശേഷം. 1980-ന് ശേഷം. അതിനു മുമ്പേ വേറെ ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ സ്റ്റാമിനയുള്ള, ദൈവകൃപയുള്ള, പേഴ്സണാലിറ്റിയുള്ള ഒരു മാന്യ ദൈവദാസനായിരുന്നു പാസ്റ്റർ PAV സാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പിൽ ഒത്തിരി പുരോഗതികൾ അവിടെ വന്നു. സിറ്റി തോറുമുള്ള സഭകൾ സ്ഥാപിക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് ഒരു വിഭജനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്നവരെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും സഭയെ വളർത്താനുമുള്ള ഒരു ആവേശം സ്വാഭാവികമായിട്ടുണ്ടാകും. അത് ശരിക്കും അവിടെ വിസിബിൾ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തും ഈ കുമ്പനാട്ടും അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അവിടെ ഞങ്ങൾ ബൈബിൾ സ്കൂൾ സ്ഥാപിക്കുന്നു, പാസ്റ്റർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. നമ്മുടെ മിഷണറി ആയിരിക്കുന്ന തമ്പി മാത്യു, അറ്റ്ലാന്റ തമ്പി മാത്യു അതിനെ സ്പോൺസർ ചെയ്യുന്നു. വിദ്യാർത്ഥികളെ എടുത്ത് പഠിപ്പിക്കുന്നു, അവരെ സഭകളിൽ അയക്കുന്നു, പുതിയ പുതിയ മിഷൻ സ്റ്റേഷനുകൾ തുടങ്ങുന്നു. അങ്ങനെ ധാരാളം മിഷൻ സ്റ്റേഷനുകൾ, ഒത്തിരി നമ്പറുകളുണ്ട്. തകഴി പോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പുതുതായിട്ട് അപ്പോൾ അങ്ങനെ പുതുതായിട്ട് ഇവിടെ വേറൊരു പ്രസ്ഥാനത്തിൻ്റെ ഒന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ സ്റ്റുഡൻസിനെ വിടുന്നു. അങ്ങനെ അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി നടന്നു എന്നുള്ളൊരു ഫാക്റ്റാണ്. അപ്പോൾ തന്നെ ഒരു നീറുന്ന ഒരു ചിന്ത ഉണ്ട്, ഇത് 2 ആയിട്ടാണല്ലോ പോകുന്നത്, ദൈവമേ ഇതിനെ ഒന്നാക്കണമേ എന്ന് എല്ലാ കാലത്തും അത് മുളക്കടയിലുള്ള ദൈവദാസന്മാരും എൻ്റെ സ്നേഹിതരില്ലേ, മുളക്കടയിൽ നിൽക്കുന്നവരെല്ലാവരും എല്ലാവരും നിങ്ങൾ ഒന്നിച്ച് പഠിച്ചവരും ഒന്നിച്ച് പഠിച്ചവരാണ്. ഞങ്ങള് എൻ്റെ ബാച്ചിൽ തന്നെ പഠിച്ച, എൻ്റെ സീനിയറായിട്ട് പഠിച്ചാണ് കുഞ്ഞപ്പി പാസ്റ്റർ. അങ്ങനെയുള്ള ആളുകളെല്ലാം അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് മുളക്കഴയെന്നും ഉണ്ടായിരുന്നു, കുമ്പനാട്ടും ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദൈവം അതിൻ്റെ സമയമായപ്പോൾ. രണ്ടാമതൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, വിദേശത്തുള്ള സഭകൾ ബഹുഭൂരിപക്ഷവും നിങ്ങളോട് അനുകൂലമുള്ളവരായിരുന്നു. അത് ഒരു ഫാക്റ്റാണ്. അമേരിക്കയിലുള്ള മലയാളി സഭകളും നല്ല ശതമാനം സഭകളും ഞങ്ങളെ എല്ലാ നിലയിലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ആയിരുന്നു. അവർ കൂടെ വരികയും A.T. തോമസ് പാസ്റ്ററുടെ മകൻ ജോൺ തോമസ്, വൈ സക്രിയ പാസ്റ്റർ, ജോൺസൺ സക്രിയ പാസ്റ്റർ തുടങ്ങി ഒട്ടനവധി ആളുകൾ, എബ്രഹാം വറീസ്, നമ്മുടെ AV എബ്രഹാം സാറിൻ്റെ മകൻ എബ്രഹാം വറീസ് തുടങ്ങിയ ഒട്ടനവധി പാസ്റ്റർമാരെ, ചർച്ച കൊണ്ട് മലയാളി പാസ്റ്റർമാർ അവർ അമേരിക്ക കുമ്പനാടുമായിട്ടാണ് അവർക്ക് ബന്ധം ഉണ്ടായിരുന്നു.
അങ്ങനെയായിരുന്നു അതിൻ്റെ ആ തലങ്ങളിലൊക്കെ ആ രീതിയിലൊക്കെയാണ് പ്രവർത്തിച്ചത്. ഓക്കെ, ഈ അങ്ങനെ വിഭജനമുണ്ടായി. ആ വിഭജനം ഒരർത്ഥത്തിൽ ദുഃഖകരമാണെങ്കിലും ആ കാലഘട്ടത്തിൽ സഭ രണ്ട് ഭാഗത്തും വളർച്ച പ്രാപിച്ചു. അപ്പം നിങ്ങൾ പുതിയ പാസ്റ്റേഴ്സിനെ എടുത്തു. അതെ. അപ്പം ആ പാസ്റ്റേഴ്സിന് ശരിക്കും ഈ ചർച്ച് ഓഫ് ഗോഡിന്റെ ക്രെഡൻഷ്യൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഈ യോജിപ്പ് വന്നപ്പോൾ അതൊരു പ്രശ്നമായില്ലേ? അത് സാങ്കുട്ടി ചോദിച്ചത് നന്നായി. അതെങ്ങനെ ഒന്നായി തീർന്നു എന്നുള്ളതിനെ കുറിച്ചും രണ്ട് വാക്ക് പറയേണ്ടത് ആവശ്യമാണല്ലോ. ഈ കേൾവിക്കാരത് കേൾക്കാൻ ജിജ്ഞാസയുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങളത് തലമുറകൾ മുഴുവനായിട്ട് അത് കേൾക്കേണ്ടതാണ്. സത്യത്തിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് പക്ഷങ്ങളുണ്ടാകാം, ഭിന്നതകളുണ്ടാകും, വിഭജനങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ അത് ഒത്തിരി കാലങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് മനസ്സ് വെക്കത്തില്ല, വരരുത്. അങ്ങനെ വേണം, അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചില മൂവ്മെൻറ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനോടകം മുളക്കഴയിൽ കൗൺസിൽ കൂടുന്നുണ്ട്, കുമ്പനാട് ഞങ്ങളുടെ കൗൺസിൽ കൂടുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഇത് യോജിപ്പിക്കാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളും ചർച്ചകളും നടക്കുന്നുണ്ട്. കുമ്പനാട് എന്ന് പറയുന്നതിൽ പഴയ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഏതാ ഈ ജോൺ കച്ച് ഉൾപ്പെടെയുള്ള കെ എബ്രഹാം സാർ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഇടുറ്റ വിശ്വാസി സമൂഹങ്ങൾ അവിടെ നിൽക്കുകയാണ്. മറ്റേ ഭാഗത്ത് ജോസഫ് മറ്റത്തുകാല തുടങ്ങിയ ആളുകൾ, അതെല്ലാം ഞങ്ങളെല്ലാം ആഗ്രഹിക്കുക എങ്ങനെങ്കിലും ഞാൻ രണ്ടു സഹോദരന്മാരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. പെണ്ണുക്കര കുഞ്ഞിപ്പിച്ചാൻ ഉൾപ്പെടെ ജോസഫ് മറ്റത്തുകാല ഉൾപ്പെടെ ഉള്ള സഹോദരന്മാരെ ഈ പിന്നെ ഇങ്ങനെ പല സഹോദരന്മാർ, കെ എബ്രഹാം സാർ ഉൾപ്പെടെയുള്ള സകല സഹോദരന്മാരും ദൈവമേ ഇത് ഒന്നാക്കണമേ എന്നുള്ള പ്രാർത്ഥനകളും ചർച്ചകളും നടക്കുന്നുണ്ട്. ആത്മാർത്ഥമായ ചർച്ചയും നടക്കുന്നുണ്ട്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും പറയുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. അതിൻ്റെ എല്ലാം ഇടയ്ക്കൊക്കെ നമ്മുടെ കുര്യൻ എബ്രഹാം, വാകത്താനത്തെ കുഞ്ഞറാച്ചൻ വരുന്നത്, ജോസഫ് മറ്റത്തുകാല വരുന്നത്, കെ എബ്രഹാം വരുന്നത്, കുഞ്ഞിപ്പിച്ചാൻ പെണ്ണുക്കര കുഞ്ഞിപ്പിച്ചാൻ വരുന്നത്, ഇങ്ങനെ ഒട്ടനവധി വിശ്വാസി സമൂഹങ്ങളും എങ്ങനെങ്കിലും ഇത് കർത്താവേ ഇതിന് ഒന്നാകണമേ എന്നുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അത് ആത്മീകമായിട്ടുള്ള ഒരു തലമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2002 ഞാൻ അമേരിക്കയിലേക്ക്. എത്ര വർഷം ഈ വിഭജന കാലം? 94 മുതൽ 2002 വരെ. 8 വർഷം. 8 വർഷം നിന്നു. അപ്പോൾ 8 വർഷമൊക്കെ ആയപ്പോഴേക്ക് എല്ലാവരുടെയും സ്റ്റാമിന തീർന്നു പോയായിരുന്നല്ലേ? ഊർജം നഷ്ടപ്പെട്ടു. അതൊരു ഒരു 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 സാങ്കുട്ടി ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ അത് ആപ്റ്റായിട്ടുള്ള കാര്യമാണ്. കാലം മായ്ക്കാത്ത അല്ലെങ്കിൽ പൊറുപ്പിക്കാത്ത ഒരു മുറിവുമില്ല. എല്ലാ മുറിവുകളും കാലം എന്ത് ചെയ്യും? അത് പൊറുപ്പിക്കും. അത് യു ആർ റൈറ്റ്. ഏത് മുറിവുകളും ഒരു കാലഘട്ടം കഴിയുമ്പോൾ പൊറുക്കും. അങ്ങനെ പോകും. അതൊരു ഒരു ഒരു തിയോളജിക്കൽ, സിസ്റ്റമാറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ അത് ഒരു കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2002 ആയി. 2002 ആകുമ്പോഴത്തേന് വേൾഡ് മിഷന് ഒരു മനസ്സിലൊരു ചിന്ത വരുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PAV സാം സാറിന് അദ്ദേഹം ചെയ്ത സേവനങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ കൊടുക്കണമെന്നൊരു ചിന്ത വരുന്നു. അങ്ങനെ ചിന്ത വരുമ്പോൾ ഇവിടുത്തെ സ്ഥാനം മാറുമല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് പോകുന്നെന്നുള്ള ഒരു കാര്യം കടക്കേമാണ്. വേൾഡ് മിഷന് എല്ലാവർക്കും ഇങ്ങനെ കടക്കുക. അപ്പോൾ ആ ഒരു ചിന്ത ഉള്ള ഒരു സമയമായി. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സമയം വന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ 2002 പോന്നു. അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിലേക്ക് പോകുമ്പോഴത്തേന് ആ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത, 2002 ഈ ഒക്ലഹോമയിൽ മലയാളി പെന്തിക്കോസ് കോൺഫറൻസ് നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ പ്രസംഗിക്കാൻ വേണ്ടി അവരെന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സെക്ഷൻ പ്രസംഗിക്കുന്നത് പാസ്റ്റർ PAV സാം.
ഒരു സെക്ഷൻ പ്രസംഗിക്കുന്ന TL ലൗറിയ. അപ്പോൾ അങ്ങനെ ഒരു തലം അവിടെ രണ്ടു കൂട്ടരെ ഉൾക്കൊണ്ടു. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അമേരിക്കയിൽ ചെന്നു. അമേരിക്കയിൽ ചെന്നപ്പോഴത്തേന് പ്രോഫറ്റിക്കൽ മിനിസ്ട്രി ഉള്ള രണ്ടാളുകളെ ഒരാളിനെ ഞാൻ യാദൃശ്യമായിട്ട് കണ്ടതാണ്. ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു പാസ്റ്ററുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഡാളസിൽ ഉള്ള ഒരു ദേവദാസനാണ്. അദ്ദേഹത്തിൻ്റെ സന്നിധിയിലെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയത് നമ്മുടെ പാസ്റ്റർ PN ഫിലിപ്പ് പാസ്റ്ററുടെ സിസ്റ്ററുടെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇന്ന് പ്രാർത്ഥിക്കാനൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, പാസ്റ്റർ വരികയാണെങ്കിൽ വരാം. അന്ന് വൈകിട്ട് T. തോമസിൻ്റെ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റർക്ക് വരാൻ താല്പര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ ഇരിക്കാറില്ല, വരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ പോയി. അപ്പോൾ അവിടെ ചെന്നങ്ങോട്ട് കഴിയുകയും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുള്ളി ഒരു ദൈവാത്മാവെന്ന് പറഞ്ഞ് ചില ദൂതുകൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചതിൻ്റെ സബ്സ്റ്റൻസ് തന്നെ സഭ രണ്ടായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, സഭ ഒന്നായിട്ട് പോകുന്നു എന്നൊരു ദർശനം കണ്ടത് ഇങ്ങനെ പറയുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവരോട് ചോദിച്ചു, ഇദ്ദേഹം ആരാ? അപ്പോൾ അച്ഛനെ അറിയത്തില്ല? എന്നെ അറിയത്തില്ല. ഇതാണ് PG ഞാൻ PG മാത്യൂസ് കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ഇത് ഓ പാസ്റ്ററാണോ? നിങ്ങളുടെ സഭ ഏതോ ഒരു യോജിപ്പ്, ദൈവാത്മാവിൻ്റെ ഒരു യോജിപ്പ് നടക്കുന്നതായിട്ട് ഞാനൊരു കാഴ്ച കണ്ടല്ലോ. ഞാൻ പറയുന്നു സ്വോത്രം അങ്ങനെ ആയിരിക്കാം, എൻ്റെ മനസ്സിൽ മറ്റേതുണ്ടേ. അങ്ങനെ ഒരു കാര്യമുണ്ടായി. അത് കഴിയുമ്പോൾ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ജോസഫിയോ റോയി മേപ്രാലിൻ്റെ ഭാര്യ ഓമന സിസ്റ്റർ, പുള്ളിക്കാരത്തിയുടെ അവിടെ ഞാൻ ഫിലദൽഫിയ ചെന്നപ്പം പുള്ളിക്കാരത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറയുകയാണ്, ഈ പ്രാവശ്യത്തെ പാസ്റ്ററുടെ യാത്രയ്ക്കൊരു വലിയൊരു ദൈവനിയോഗമുണ്ട് എന്ന് അവർ പറയുക. ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, ഈ രീതിയിലാണ് രണ്ടുപേരും പറയുന്നത്. 2 നദികൾ ഒഴുകുന്നു. 2 നദികൾ ഞാൻ പല പ്രസംഗങ്ങൾക്ക് അത് പറയാറുണ്ട്. ഈ കാര്യമല്ല, ഈ കല്യാണത്തിനൊക്കെ പ്രസംഗിക്കും. 2 നദികൾ ഒന്നായിട്ട് വരുന്നു, ഒന്നായി കഴിഞ്ഞിട്ട് ഒന്നായിട്ട് ഒഴുകുന്നു. മണിമല ആറ്റിലെ വെള്ളവും പമ്പാ നദിയിലെ വെള്ളവും ഒന്നിച്ചൊഴുകി കഴിഞ്ഞ് ഇന്നതാണെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ശാസ്ത്രത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഞാൻ കല്യാണത്തിനൊക്കെ പ്രസംഗിക്കുന്നത് പറയും, അങ്ങനെ കുറെ പ്രസംഗം വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുക, ഇവർ പറഞ്ഞ വാക്കുകളായി ഇനി പറയുന്നു. 2 നദികൾ ഇങ്ങനെ ഒഴുകി വരുന്നു, 2 നദികൾ ഒന്നായിത്തീരുന്നു, 2ആയിരുന്നു എന്ന് പറയാതെ വണ്ണം ഒന്നായിട്ട് ഒഴുകുന്നു. ആഴമായിട്ട് സാകുട്ടി പറഞ്ഞതുപോലെ ആഴമായ മുറിവ്, ആ മുറിവ് ഇല്ലാതെ വണ്ണം, പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇല്ലാതെ വണ്ണം അത് മുറിവ് കരിയുന്നു. ദൂതുകൾ പറയുക. ഞാൻ ഈ ദൂത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ സഭയുടെ കാര്യമൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു ഇരുന്നൊന്നുമല്ല. അതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കട്ടെ, ഇത് സന്ദർഭത്തിൽ അങ്ങ് ചോദിക്കുന്ന, ഈ പ്രവാചകന്മാരെയൊക്കെ വിശ്വസിക്കുക അങ്ങനെ അതിന് വേണ്ടി പോവുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാനോ? ഞാൻ അങ്ങനെ പോകാറില്ല. ഒരാൾ വന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. അങ്ങനെ അല്ലാതെ അങ്ങനെ ഒരു ആലോചന പ്രാപിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് ഇന്ന കാര്യം അങ്ങനെ പോകുന്നൊരു സിസ്റ്റം എനിക്കില്ല. ആ സിസ്റ്റം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലായി. അങ്ങനെ ഒരു യോനാച്ചനൊക്കെ എന്നോട് ഒത്തിരി കാര്യങ്ങളൊക്കെ ആത്മാവിൽ ഇങ്ങനെ സംസാരിച്ചത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനൊരു ഇത് വന്നു. ഇത് 2ആയിട്ട് ഇങ്ങനെ പോകുന്നു, ഇതൊന്നാകുമെന്നും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേൾഡ് മിഷൻ എന്ന TL ലൗറി, ഞാനെന്തോ അദ്ദേഹത്തിൻ്റെ മുമ്പിലൊന്നുമില്ല, അദ്ദേഹം എങ്ങനെയോ ഫോൺ കണക്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക. അപ്പോൾ അറിയാമല്ലോ ഇത് കുമ്പനാട് എന്ന് പറയുന്ന ഇങ്ങനൊരു ഫിക്ഷനുണ്ട്, 2ആയിട്ട് പോകുക. അപ്പോൾ അവർക്കെല്ലാം വേൾഡ് വിഷനെല്ലാം അറിയാവുന്നൊരു കാര്യമല്ലേ. കുമ്പനാടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അറിയപ്പെടുന്നൊരു സ്ഥലമല്ലേ, അറിയപ്പെടുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം ഇവിടെ ഉണ്ടായി. ഒരിക്കൽ ഞാനൊരു യോഗത്തിന്, അമേരിക്കയിലൊരു യോഗത്തിന് ഇങ്ങനെ സംബന്ധിക്കുമ്പോൾ
കൂസായിപ്പിൻ്റെ കൊച്ചുമകൻ അവിടെ പ്രസംഗിക്കാനുണ്ട്, അതെ, ഒരു മീറ്റിങ്ങിന്. ഞാനും പ്രസംഗിക്കാനുണ്ട്, ഒരു യൂത്ത് ക്യാമ്പ്. അപ്പോൾ കൂസായിപ്പിൻ്റെ ജോർജ് കുക്കിൻ്റെ മകൻ്റെ മകൻ പോള്, അതിൻ്റെ കൊച്ചുമകനാണ്, പുള്ളിയുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ അവരുടെ സംഘാടകർ പറഞ്ഞു ഇത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു മിഷണറിയാണ്. അപ്പോൾ ഈ പുള്ളി ഉടനെ ഈ പുള്ളിയുടെ വല്യപ്പൻ്റെ അപ്പനാണ് കൂസായിപ്പ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്നോടൊന്ന് സംസാരിക്കണമെന്നൊരു താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങളൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ചർച്ച കൊണ്ട ഒരാൾ, പുള്ളി അസംബ്ലീസ് ഓഫ് ഗോഡാണ്. ഓക്കെ. അപ്പോൾ സംസാരിക്കാമോ? ഒരു കേൾക്കേണ്ട ഒരു ചരിത്രമാണ്. അപ്പോൾ ഞാൻ കുമ്പനാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ വല്യപ്പന് ഏതാ ഈ നിങ്ങളെക്കുറിച്ചൊക്കെ വലിയ അറിവാണ്, അദ്ദേഹത്തിന് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായിരുന്നു. അദ്ദേഹത്തെ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യം അദ്ദേഹത്തോടൊന്ന് ഒരു ഹായ് ഒന്ന് പറയാമോ? ഇതേ ഇംഗ്ലീഷിലേ പറയുന്നത്. അപ്പം സായിപ്പിനോടല്ലേ പറയേണ്ടിയത്. അപ്പോൾ എനിക്ക് എന്താ ഇംഗ്ലീഷ് അറിയാമോ? മംഗ്ലീഷാണ് ഞാൻ പറയുന്നത്. മലയാളവും ഇംഗ്ലീഷും കൂടെ ചേർക്കുന്ന മംഗ്ലീഷ് എന്ന് പറയുന്നത്, ഹിന്ദി ഇംഗ്ലീഷും കൂടെ ചേർക്കുന്ന ഹിംഗ്ലീഷ് എന്ന് പറയും, തമിഴും മലയാളവും കൂടെ ചേർക്കുന്ന തമിഴീഷ് എന്ന് പറയും. എനിക്ക് മംഗ്ലീഷും അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മംഗ്ലീഷിലെ, അപ്പോൾ സായിപ്പല്ലേ, മറ്റേ തലയ്ക്ക് സായിപ്പല്ലേ, അപ്പോൾ ഹൗ ഐ ആം ഫ്രം കേരള, എൻ്റെ മംഗ്ലീഷിലെ ഞാനിങ്ങനെ പറയാം ഉടനെ. അപ്പോൾ അദ്ദേഹത്തോട് നേരത്തെ ഈ കൊച്ചുവൻ പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞു, ഒരാളുടെ കൈ കൊടുക്കാൻ പോവുക, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു നാട്ടിൽ നിന്ന് വന്ന, ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന മിഷണറിയാണ് അത് ഞാൻ കേട്ടു, മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേന് അദ്ദേഹം എന്നോട് പറയാം, മറ്റേ തലയ്ക്കരുത്, സുഹൃത്തെ നമ്മുടെ മാതൃഭാഷയിൽ സംസാരിച്ചാട്ടെ, സുഹൃത്തെ നമ്മുടെ മാതൃഭാഷയിൽ സംസാരിച്ചാട്ടെ ഏതാ. അപ്പോൾ ഈ 2 മാസത്തെ അമേരിക്കൻ വിസിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ചില ഭാഷന്മാർക്ക് ഇംഗ്ലീഷ് മലയാളം തിരിയത്തില്ലെന്നുള്ളൊരു രീതിയും നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ട്. അത് ഇടയ്ക്ക് പോട്ടെ. ഏതായാലും ഇദ്ദേഹം പറയാം, ഞാൻ ഈ കുമ്പനാടിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇത് പറയുന്നത്. മനസ്സിലായി. കുമ്പനാട് ചർച്ച് ഓഫ് ഗോഡിൻ്റെ നിർണായകമായിട്ടുള്ളൊരു സ്ഥലമാണെന്നും, ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്ഥലം നിർണായകമായിട്ടുള്ള സ്ഥലമാണെന്നും ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്ന് പറയാൻ വേണ്ടി പറയാം. മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്നോട് എന്നോട് മലയാളത്തിൽ പറയാം, അങ്ങനത്തെ തലയ്ക്കൽ സുഹൃത്തെ എന്നെ മാതൃഭാഷയെ സംസാരിച്ചാട്ട്. അപ്പം ഞാൻ വാസ്തവത്തിൽ എന്തുവാ എനിക്ക് ഇതുപോലൊരു അത് സാങ്കുട്ടി അതിൻ്റെ ബാക്കി അങ്ങ് പറഞ്ഞു, നാണമാണോ എക്സൈറ്റ് ആണോ എന്തോ എന്നുള്ള ഭാഷ എനിക്കറിയത്തില്ല, സാങ്കുട്ടി അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ ബാക്കി ഞാൻ കുമ്പനാട് കാര്യമാണ് എന്നോട് പറയുക, എവിടെ ബ്രദർ ഇപ്പോൾ പ്രവർത്തിക്കുന്ന എവിടെ? ഞാൻ കുമ്പനാട് പാസ്റ്ററാണ്, കുമ്പനാട് ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്റ്ററാണ്. നമ്മുടെ ആസ്ഥാനത്തു നിന്ന് ഇറങ്ങി, മറ്റേ തലയ്ക്കെന്ന് പറയാം, ജോർജ് കുക്കായി പറയുന്നത്, മനസ്സിലായി. നമ്മുടെ ആസ്ഥാനത്തു നിന്ന് ഇറങ്ങി ആറാട്ടുപുഴ വന്ന് കടവ് കടന്ന് കരിയിലമുക്ക് വഴി കുമ്പനാട് വന്നിട്ട്, സായിപ്പ് പറയാം, കുമ്പനാട് വന്നിട്ട് തിരുവല്ലയിലോട്ട് തിരിയുമ്പോൾ ഇടത്ത് സൈഡിൽ കാണുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്നേജിലാണോ താങ്കൾ താമസിക്കുന്നത്? ഇത് ചരിത്ര സംഭവമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്, സായിപ്പ് പറഞ്ഞ കാര്യമാണ്. ഞാനിത് പറയാൻ പറ്റുന്ന കാര്യം, കുമ്പനാട് ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്ഥലം എന്ന് പറയാം, അത് നിർണായകമായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്നിട്ട് അദ്ദേഹം ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇവിടുത്തെ ആളുകളുടെ കാര്യം, തമ്പി മാത്യുവിൻ്റെ കാര്യമോ ഗുഡ് ന്യൂസിൻ്റെ കാര്യമോ ഇതെല്ലാം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഓക്കെ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ വേൾഡ് മിഷന് തന്നെ ഒരു ചിന്തയാണ് കുമ്പനാട് വിഭാഗം ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നുള്ളത്. ആ സാഹചര്യത്തിലാണ് 2002 TL ലൗറി എന്നെ വിളിക്കുക, ബ്രദർ മാത്യൂസ് നിങ്ങൾ അവിടെ ഒക്കലോമ കൺവെൻഷന് വരുന്നുണ്ട്, നമുക്കൊന്ന് കാണണം, നമുക്കൊന്ന് സംസാരിക്കണം, നമ്മൾ വി ആർ വൺ, നമ്മൾ ഒന്നാണ്. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഇദ്ദേഹം പറയുമ്പോൾ ഞാൻ ആത്മാവിലിങ്ങനെ തേങ്ങുക, എനിക്ക് ദുഃഖമായിരുന്നു.
ഈ രണ്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ അവിടെ കൂടും. അവിടെ ഒരു ഇന്ന സഭ ഒരു ഹോട്ടലിലാണ് അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്റ്റർമാർ, മിക്ക പാസ്റ്റർമാർ അവിടെയുള്ള മിക്ക പാസ്റ്റർ 2 വിഭാഗങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അമേരിക്കയിലുള്ള മലയാളികൾ. അതെ, സായിപ്പ്, ഞാൻ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PA വീസ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ TL ലൗറി പറയുകയാണ്, ബ്രദർ മാത്യു, ബ്രദർ സാം, യു ടോക്ക് ടുഗദർ. ഏതാ നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ മുറിയിലോട്ട് പോയി സംസാരിക്കാൻ പറഞ്ഞു. എൻ്റെ സാങ്കുട്ടി ഇങ്ങനെ, ഞാൻ ആ മഹാനായ ദൈവദാസൻ PA വീസാം സാർ, അതിശയം സാറിൻ്റെ മകൻ, എൻ്റെ ഫാദറിൻ്റെയൊക്കെ അതിശയം പഠിപ്പിച്ചതാണ്, ഭക്തനായ മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെ വരുന്നു, എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് മാത്തുക്കുട്ടി, കുമ്പനാട് മുളക്കടയെ യോജിക്കാൻ നമ്മൾ ഇതിനോടൊക്കെ ഒത്തിരി ചർച്ചകൾ നടത്തി. കുമ്പനാട് പറയുന്നത് മുളക്കഴയുടെ കുറ്റം, മുളക്കഴ കൂടുമ്പോൾ കുമ്പനാട്. നമ്മളിനി കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒന്നായിട്ട് പോകേണ്ടതാണ്. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു മാത്തുക്കുട്ടി. നമ്മൾ എന്തുകൊണ്ട് രണ്ടായെന്നോ അതിനെക്കുറിച്ചുള്ള യാതൊരു വിധമായിട്ടുള്ള ചർച്ചകളും നമ്മൾ തീർക്കുക. Am I right? Yes sir, yes sir. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ആ മുറിയിൽ വെച്ച് ഉമ്മ കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒന്നാക്കുക. മനസ്സിലായി? ഏതാ അത്? ഈ പെന്തക്കോസ്ത് ഹിസ്റ്ററി മനസ്സിലാക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഗ്രൂപ്പിസങ്ങളും പക്ഷവാദങ്ങളും ഒക്കെയും ഉണ്ടാകാം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. യേശുവിൻ്റെ ശരീരമാകുന്ന സഭയായിട്ടാണ് ദൈവത്തിൻ്റെ സഭ നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും അതൊരു ഒരു 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 ഉപദേശമാണ്. ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒന്നാകുകയാണ്. അപ്പോൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഒന്നിക്കേണ്ടത്, എഗ്രിമെൻ്റ് എന്താണ് ചെയ്യേണ്ടത്, അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയാൻ പറഞ്ഞു എന്താ വേണ്ടിയത്. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ വേണം. അത് നമ്മൾ സാങ്കുട്ടി ചോദിച്ച ചോദ്യത്തിന് മറുപടി 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ഞങ്ങളെ മാറി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി ആളുകളെ പഠിപ്പിച്ച് പുതിയ പാസ്റ്റർമാരെ നിയമിച്ചു. അവരെല്ലാം ഇങ്ങനെ നടക്കുന്നത് സഭയുടെ സൂക്ഷിച്ചിരിക്കുന്നത് ചർച്ച് കോഡിൻ്റെ പാസ്റ്റർമാരെന്ന്. പക്ഷെ അവർക്ക് ചർച്ച് കോഡിൻ്റെ ഇൻ്റർനാഷണൽ നിയമം അനുസരിച്ച് അവർക്ക് ക്രെഡൻഷ്യൽ ഇല്ലാത്തവരാണ്. ഏതാ? അതെ, അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ ഒരു വഞ്ചനയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെല്ലാം ഒന്നിച്ച് ഇരുത്തി, പരീക്ഷ എഴുതി കഴിയുമ്പോൾ എസോട്ട് കിട്ടുമല്ലോ, അവരെ ഒന്നിച്ചിരുത്തി ഒരു പരീക്ഷ എഴുതി ഒരു ക്രെഡൻഷ്യൽ കൊടുക്കണം. ഇത് വാസ്തവത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ചർച്ച കോഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് സ്റ്റെപ്പല്ല. അത് ബൈബിൾ കോളേജിൽ പഠിക്കണം, നോൺ സർട്ടിഫിക്കറ്റായിട്ട് ആദ്യം ഇരിക്കണം. ഏതാ? അങ്ങനെ പല തലങ്ങളുണ്ടല്ലോ. അതെ, ആ തലങ്ങളിലൂടെയാണ് ഇങ്ങനെ വരുന്നത്. അതെ. പക്ഷെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ആത്മാവായി ഇവരെ യോജിപ്പിച്ചെന്നുള്ളതിൻ്റെ തെളിവായിട്ട് അദ്ദേഹം ഉടനെ ഒരു ചർച്ച നടത്തുന്നു, വേൾഡ് വിഷയമായിട്ട് ചർച്ച നടത്തുന്നു. PA വീസാം സാറിനോട് ചോദിക്കുന്നു, അദ്ദേഹം യേസ് എന്ന് പറയുന്നു, എല്ലാവരും സമ്മതിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു, ഒരു പരീക്ഷ ഒന്നിച്ച് എടുത്ത് നടത്തി ക്രെഡിറ്റുകൾ കൊടുക്കും. അത് ചെയ്തത് VCT ആണ്. അതെ, PA വീസാം സാർ പോകുന്നല്ലോ. അതെ, പുള്ളി അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു വിടുന്നു. അദ്ദേഹം പ്രൊമോഷൻ ചെയ്തു പോകുന്നു. ഒന്നിച്ച് ഏഷ്യ പസഫിക് സൂപ്രണ്ടായി സൂപ്രണ്ടായി അദ്ദേഹത്തിന്
ഈ രണ്ട് ഗ്രൂപ്പുകൾ ഒന്നിച്ച് നിന്ന് ആ യാത്രയപ്പ് കൊടുക്കുന്നു. അതൊക്കെ ദൈവത്തിന്റെ വലിയ പരിപാടിയായിരുന്നു. തന്നെയല്ല, ഈ VCT നിങ്ങളുമായിട്ട് വളരെ അടുത്ത് വളരെ അടുത്ത് ആദ്യകാലത്ത് അദ്ദേഹം വാസ്തവത്തിൽ മുമ്പേ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഓവർസിയർ. അപ്പൊ നിങ്ങൾക്ക് അതൊരു പരാതി ഇല്ലാതെ തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹം ഓവർസിയറായി കഴിഞ്ഞിട്ട് ഒരു വിസിറ്റ് ആദ്യം ചെയ്യുന്നത് കുമ്മനാട്ടോട്ട് വരികയായിരുന്നു. മനസ്സിലായി. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ രണ്ട് നദി ഒന്നായല്ലോ. പിന്നെ അതിനകത്തൊരു ഇതുവരെ അതിനുശേഷം ഇതുവരെ ഇല്ല, ഒന്നുമില്ല. അത് ഭയങ്കരമായൊരു യോജിപ്പായിരുന്നു. ഇങ്ങനെ ഒരു മുറിവ് കരിഞ്ഞ ഈ രണ്ട് നദികളായിട്ട് വന്ന് ഇങ്ങനെ ഒന്നായിട്ട് ഒഴുകിയ ഒരു സംഭവം പെന്തിക്കോസ്റ്റ് ചരിത്രത്തിൽ ഇതൊരു പ്രത്യേക ഒരു സംഭവം തന്നെയായിരുന്നു. മനസ്സിലായി. അപ്പോൾ രണ്ടാമത് എന്നോട് എന്താ കാര്യം, ഡിമാൻഡ് എന്താ പറയേണ്ടത്, എന്താ ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു അതൊരു കാര്യം അറിയേണ്ടതാണ്. ഞങ്ങൾ ഇങ്ങനെ രണ്ടായിട്ട് മാറി നിൽക്കുന്ന അവസരത്തിൽ ഞങ്ങൾ ഒത്തിരി ഡിസ്ട്രിക്ട് പാസ്റ്റർമാരായിട്ട് പല ആളുകളെ പ്രൊമോട്ട് ചെയ്തു. പല ഡിസ്ട്രിക്റ്റുകൾ ഫോം ചെയ്തു. പല പഴയ ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടായിരുന്നു, അതല്ലാതെ പുതിയത് പഴയത് പല പുതിയ ഡിസ്ട്രിക്റ്റുകൾ. അവർ ഡിസ്ട്രിക്ട് പാസ്റ്റർമാരായിരിക്കുന്നു. വേൾഡ് മിഷൻ നോക്കുമ്പോൾ, മുളക്കട നോക്കുമ്പോൾ അവർ ഒരിക്കലും ഡിസ്ട്രിക്ട് പാസ്റ്റർ അല്ല. അവരെ ഡിസ്ട്രിക്ട് പാസ്റ്റർമാരായിട്ട് അംഗീകരിക്കണം, ആ ഡിസ്ട്രിക്റ്റ് അതുപോലെ തന്നെ നിർത്തണമെന്ന് പറഞ്ഞു. ഇതും സമ്മതിച്ചു. തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കുമ്പനാട്ടിൽ നിന്നുള്ള 2-3 പേരെ മുളക്കട കൗൺസിലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഒന്നിച്ച് മുളക്കടയും കുമ്മനാട് ഉള്ള കൗൺസിലുകൾ ഒന്നിച്ച് കൂടുന്നു. ഇത് 2 ആഴ്ചയ്ക്കകം നടന്ന കാര്യങ്ങളാണ്. നാട്ടിൽ വന്ന് കൂടുന്നു, മേർജ് ചെയ്യുന്നു, ഒന്നിച്ച് 2 എന്ന് പറയാതെ വണ്ണം ഒന്നായിട്ട് തീരുന്നു. അത് ഒന്നിച്ച് ചേർന്ന് കർത്താവിൻ്റെ ദാസൻ PAV സാംസാറിന് യാത്രയപ്പ് കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ഫാക്റ്റ്. അങ്ങനെയാണ് സംഭവിച്ചത്. എനിവേ, ചർച്ച് ബോർഡിലുണ്ടായ വലിയൊരു ഭിന്നത, 2ആയി മാറിയ സഭ ഒന്നായി തീർന്നതിൻ്റെ ചരിത്രം, അത് പറയാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ പറഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ചർച്ച് ബോർഡിൻ്റെ ആ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത പലർക്കും പലതും പറയാൻ കാണും. പക്ഷെ അവരൊക്കെ പറയുന്നതിനേക്കാൾ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട ഒരാളെന്നുള്ള നിലയിൽ, അതിനകത്ത് വിദേശത്ത് അമേരിക്കയിൽ വെച്ച് ആ കാര്യങ്ങളിൽ PAV സാംസാറുമായിട്ട് ഒന്നിച്ചിരുന്ന് ആ കാര്യങ്ങൾ തീർത്ത ഒരാളെന്നുള്ള നിലയിൽ PG മാത്യൂസ് പറയുന്ന ഈ വാക്കുകൾ ചരിത്രത്തിലെ, പെന്തക്കോസ്റ്റിൻ്റെ ചരിത്രത്തിലെ, ചർച്ച് ബോർഡിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് അദ്ദേഹം നൽകിയത്. വളരെ ഒരു സഭ പിരിഞ്ഞു പോയിട്ട് അതൊന്നായിത്തീരുന്നതിൻ്റെ ആ സന്തോഷം എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അങ്ങനെ സംഭവിച്ചതിൽ ദൈവത്തിൻ്റെ പദ്ധതി അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സഹോദരി, അതിനോട് ചേർത്ത് ഈ വാക്കുകൂടെ ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതേ ആത്മാവിൽ തന്നെ, ഞാനീ സാങ്കുട്ടി പറഞ്ഞ ആത്മാവിൽ തന്നെ ഒരുപോലെ നീങ്ങിയ വ്യക്തിത്വങ്ങളാണ് കാനമച്ചന്, ഏലിയാസ് പാസ്റ്റർ, തോമസ് ജോർജ് പാസ്റ്റർ തുടങ്ങിയ ആളുകൾ. ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ പോലെ തന്നെ സ്പിരിച്വലായിട്ട്, ആത്മീയമായിട്ട് ഒന്നാകാനുള്ള കോൺട്രിബ്യൂഷൻ തന്നതിൽ ചിലരാ, വേറെ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്ന് അതിൻ്റെ. ഓക്കെ, അപ്പം സുദീർഘമായ 2-3 എപ്പിസോഡുകളിലായിട്ട് പാസ്റ്റർ PG മാത്യൂസുമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമ്മളൊന്നും ചോദിച്ചില്ല. കുടുംബത്തെക്കുറിച്ച് ചില വാക്കുകളിലൂടെ പറയുക. ഭാര്യയുടെ പേര്? എൻ്റെ ഭാര്യയുടെ പേര് അമ്മിണി എന്നാണ്. അമ്മിണി എൻ്റെ ഫാദറിൻ്റെ ഒരു പാസ്റ്ററായിരുന്നു, MT മാത്യു എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേര് മൈക്ക് മത്തായിച്ചൻ പാസ്റ്റർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കീഴ്വായ്പൂരാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. അതിന് ഇളയ മോളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. പിന്നെ അത് 1973 ഒക്ടോബർ 25 ഞങ്ങൾ വിവാഹിതരായിത്തീരുന്നത്. പിന്നെ ഞങ്ങൾ സഭാശുശ്രൂഷയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അനുഭവം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ ഒരു ചർച്ചയുള്ള ഒരു പാസ്റ്ററായിരുന്നു. അപ്പോൾ പാസ്റ്ററുടെ മകളായിട്ട് എൻ്റെ ഭാര്യ ആദ്യം, പാസ്റ്ററുടെ മകളായിട്ട് എൻ്റെ ഭാര്യ വാര്യാപുരത്തും മഴിക്കീറും കുമ്പനാടും ഇങ്ങനെ തുടങ്ങിയ സഭകളിൽ എൻ്റെ ഭാര്യ പാസ്റ്ററുടെ മകളായിട്ട്
ഇങ്ങനെ ഇരുന്ന. പിന്നെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ശുശ്രൂഷ അതേ സഭകളിൽ ഇരിക്കുമ്പോൾ അവർ വിശ്വാസികൾ പറയുന്നത് ഞങ്ങളുടെ പാസ്റ്ററുടെ മോളായിരുന്നു, ഇപ്പൊ പാസ്റ്ററുടെ ഭാര്യയായിട്ട് വന്നു. മനസ്സിലായി. അതൊരു അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഭാര്യ ആ പശ്ചാത്തലത്തിലാണ് അങ്ങനെയുള്ളത്. അമ്മിണിയുടെ എൻ്റെ ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ പകുതി ഭാഗങ്ങളും എൻ്റെ ഭാര്യ അമ്മിണിയുടെയും കുഞ്ഞുങ്ങളുടെയും ഇടപെടലുകളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആണ്. പിന്നെ എനിക്ക് 5 മക്കളാണ് ഉള്ളത്. 5 മക്കളിൽ മൂത്ത മോള് രൂഹ സജി, അവർ ഡാളസിലാണ്, അസംബ്ലീസ് ഓഫ് ഗോഡിൽ ആരാധിക്കുന്നു. രണ്ടാമത്തെ മോള് രൂത്ത്, പിന്നെ ഭർത്താവ് ഡെന്നി. മൂത്ത മോൾക്ക് 2 മക്കളുണ്ട്. രണ്ടാമത്തെ മോൾക്ക് 3 മക്കളുണ്ട്. അവർ റാന്നി വാകത്താനം IPCയിലാണ് കൂടി നടക്കുന്നത്. അങ്ങനെ അവർ പോകുന്നു. പിന്നെ ഒറ്റ മോൻ മാത്രമേ ഉള്ളൂ. മോനെ സുവിശേഷകനായിട്ട് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പുള്ളി ചർച്ച് ഓഫ് ഗോഡ് ഓസ്ട്രേലിയൻ ഇന്ത്യൻ ചാപ്റ്ററിൻ്റെ ചെയർമാനായിട്ട് അങ്ങനെ സേവനം ചെയ്യുന്നു. ഫുൾ ടൈം മിനിസ്ട്രിയാണ്. അങ്ങനെ മോന് സഭയുടെ ശുശ്രൂഷയിൽ അങ്ങനെ പോകുന്നു. പിന്നെ ഒരു ഭാര്യ സിജി, മോൻ്റെ ഭാര്യ. പിന്നീട് ഒരു മോള് UK ഫേബ ജോബി. 3 അവർക്ക് 2 മക്കള്, അവർക്ക് 2 മക്കള്. അവർ രണ്ടാമത്തെ മോൾക്ക് 3 മക്കള്, ഇവർക്ക് 2 മക്കള്, അവരവിടെ. പിന്നെ ഇളയ മോളും സുവിശേഷ ശുശ്രൂഷയിൽ തന്നെ ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രിസ്കില്ല ജിജി. ജിജി മരുമോനെ പുള്ളി മുളക്കട ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിച്ചൊക്കെയുള്ള ഇപ്പോൾ അവിടെ ശുശ്രൂഷയിൽ ഓസ്ട്രേലിയ അങ്ങനെ മുൻപോട്ട് പോകുന്നത്. അതാണ് എൻ്റെ കുടുംബത്തിൻ്റെ പൊതുവായിട്ടുള്ള പശ്ചാത്തലം. പിന്നെ ഞാൻ എടുത്തു വളർത്തുന്നൊരു സ്പിരിച്വൽ മോനുണ്ട്. ആ മോൻ്റെ കാര്യം ഈ പുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അവൻ്റെ ആദ്യത്തെ പേര് മല്ലേഷ് നിജലങ്കപ്പ സിർസി എന്നായിരുന്നു. കർണാടകക്കാരന് മല്ലേഷ് നിജലങ്കപ്പ സിർസി, അങ്ങനെയായിരുന്നു അവൻ്റെ പേര്. അവനെ കർണാടകത്തിൽ ജനിച്ചതാണ്. കർണാടകത്തിൽ ജനിച്ചു. അത് വലിയൊരു ചരിത്രമാണ്. അവൻ്റെ ചരിത്രം ഈ പുസ്തകത്തിൻ്റെ അകത്തുണ്ട്. അവന് അങ്ങനെ ജനിച്ച സമയത്ത് അവൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പൻ നേരത്തെ കയറിപ്പോയി. അപ്പോൾ വലിയ ലിംഗായത്ത് കുടുംബത്തിൽപ്പെട്ട ആളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവിടെ വല്യമ്മ അവനെ എടുത്തോണ്ട് നടന്ന് ബെഗറായിട്ട് വല്യമ്മ ഇങ്ങനെ തെണ്ടി വല്ലതും തരണമേ. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, നിൻ്റെ ആദ്യത്തെ ഓർമ്മ എന്താണെന്ന്? ഓരത്തിൽ നിന്നുകൊണ്ട് അമ്മ വല്ലതും തരണേ, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ വല്ലതും തരണേ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ ഇവൻ ഇരുന്ന് അനങ്ങുമെന്ന് പറഞ്ഞു. ഇവൻ്റെ ആദ്യത്തെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ആയിട്ട് ഒടുവിൽ അവന് ഒരു ആട്ടിടയനായി. പിന്നെ ഒരു പിള്ളേരെയൊക്കെ എടുത്ത് പഠിപ്പിക്കുന്ന 15 വയസ്സ് വരെ അവിടെ പഠിച്ചു. പിന്നെ ആട്ടിടയനായി. പിന്നെ ഇങ്ങനെ വന്നു. ആ കാലത്ത് ഒരു യോഹന്നാൻ്റെ സുവിശേഷം ആരോ ഒരാൾ, അവനൊന്നും അറിയത്തില്ല, വായിക്കാൻ കൊടുത്തു. അതിങ്ങനെ വായിച്ചു. ഇപ്പോൾ യേശുവിനോടൊരു സ്നേഹം എന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് ഒടുവിൽ ഇങ്ങനെ വന്ന് മുണ്ടുകോട് ചർച്ച് ഓഫ് ഗോഡ് ഒരു ബൈബിൾ കോളേജുണ്ട്. അവിടെ പഠിക്കാൻ ആരോ ഇങ്ങനെ പറഞ്ഞു അവിടെ കൊണ്ടുവിട്ടു. ആ ബൈബിൾ സ്കൂൾ ഇങ്ങനെ നടന്നെങ്കിലും തുടങ്ങിക്കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബൈബിൾ സ്കൂൾ പൂട്ടുക, ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ. അപ്പം ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ വേറൊരു ശുശ്രൂഷയ്ക്കൊക്കെ ചെന്നതാണ് ആ സ്ഥലത്ത്. ചെന്നപ്പോഴത്തേന് അവർ പറഞ്ഞു, ഇവിടെയുള്ള പഠിക്കുന്നവരെല്ലാം വീടുകളിൽ പോയി, ഇവന് വീടില്ല. ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ കുമ്മനായിട്ട് വന്നു. അപ്പോൾ വന്ന് ഞങ്ങളുടെ ഒരു മോനായിട്ട് തന്നെ സ്വീകരിച്ചു. പിന്നെ നമ്മുടെ ഇവിടെ തിരുവല്ല ചർച്ച് കൊണ്ട് ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചു. മുളക്കട ബോംബെ പഠിപ്പിച്ചു. പക്ഷെ സ്മാർട്ടാണ്, ബ്രില്യൻ്റാണ്. അവൻ പഠിച്ച് പല ഭാഷകൾ ഇപ്പോൾ സംസാരിക്കും. അവനെ കല്യാണം കഴിപ്പിച്ചു. ഒരു കൊച്ചിനെ കൊണ്ട് കല്യാണം കഴിച്ച് ഞങ്ങൾ അവൻ്റെ പേരൻസായിട്ട് തന്നെ ആ രീതിയിലാണ് അങ്ങനെ വന്നു. ഒടുവിൽ അവൻ്റെ പേര് ഗസറ്റിൽ പരസ്യം ചെയ്ത് പേര് മാറ്റി. മല്ലേഷ് നിജേങ്കപ്പ സിർസി എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ മാറ്റി. എൻ്റെ ഒറ്റ മോൻ്റെ പേര് സുവിശേഷൻ ജസ്വിൻ മാത്യൂസ് പുതുപ്പറമ്പിൽ നിന്ന്. അവൻ്റെ പേര് ജീവൻ മാത്യൂസ് പുതുപ്പറമ്പിൽ. അങ്ങനെ പേര് മാറ്റി. അങ്ങനെ ഇപ്പോൾ അവന് 2 മക്കളുണ്ട്. മിഷണറി ആയിട്ട് നോർത്ത് കർണാടക, അതായത് ബെൽഗാമി താമസിച്ചുകൊണ്ട് ജോബ് കുര്യൻ സാറിൻ്റെ കണക്ഷനിൽ ചർച്ച് ഓഫ് ഗോഡിന് ഒരു മൂവുണ്ട് അവിടെ. മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒരു മിഷണറി ആയിട്ട് ഇപ്പോൾ ബെൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച് പ്രവർത്തിക്കുന്നു.
ഇപ്പോൾ അവിടെ ഒത്തിരി ആളുകളെ, അവൻ കൂടുന്ന സഭയിലെ ഏകദേശം 60-ൽ പരം ആളുകളെ, ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു ആത്മീക മകൻ കൂടെ എനിക്ക് ഉണ്ട്. ശാരീരികമായിട്ടുള്ള മക്കൾ 5 പേരെ അതിൻ്റെ കൂട്ടത്തിൽ ഇതോട് ഉണ്ട്. ഇവരെല്ലാവരും സുവിശേഷ ശുശ്രൂഷയിൽ, ആ നിലയിൽ പറഞ്ഞാൽ 3 പേര് ഫുൾ ടൈം സുവിശേഷ ശുശ്രൂഷയിലാണ്. ആ നിലയിൽ പറഞ്ഞാൽ അങ്ങനെ പോകുന്നു. അല്ല, അങ്ങനെ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. പാസ്റ്റർ പി.ജി. മാത്യൂസ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, ചർച്ച് ഓഫ് ഗോഡുമായി ബന്ധപ്പെട്ടുണ്ടായ വിഭജനം, ആ വിഭജനത്തിൽ നിന്ന് പിന്നീട് അത് ഒന്നിച്ചു ചേരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ആലോചനകൾ, കൂടിയാലോചനകൾ, അതിൽ അദ്ദേഹം കൊടുത്ത നേതൃത്വം, ഇന്ന് സജീവമായ നിലയിൽ 2 നദികൾ ഒഴുകി വന്ന് ഒരു നദിയായി മാറിയതുപോലെ ചർച്ച് ഓഫ് ഗോഡ് ആ വിഭജനത്തിൻ്റെ ഒരു പാടുപോലും ശേഷിപ്പിക്കാതെ ഒന്നായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പാസ്റ്റർ പി.ജി. മാത്യൂസിനെ പോലെയുള്ള സമർപ്പിതരായ ദൈവദാസന്മാർ ആ കാര്യത്തിൽ എടുത്ത സ്റ്റെപ്പുകൾ ശരിയായിരുന്നുവെന്ന് മനസ്സിലാകുന്നു. ഇപ്പോഴത്തെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ സഭകൾക്കകത്ത്, ഇപ്പോൾ ചർച്ച് ബോർഡിലല്ലെങ്കിൽ പോലും മറ്റ് സഭകൾക്കകത്തൊക്കെ ഇതുപോലുള്ള വിഭജനങ്ങൾ അല്ലെങ്കിൽ ഫ്രിക്ഷൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ വ്യാപകമായിട്ട് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മറ്റൊരു സഭയ്ക്ക് ഉണ്ടായ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡിനുണ്ടായ ഒരു വേദനാജനകമായ വിഭജനത്തിൽ നിന്ന് അവരെങ്ങനെ അതിൽ നിന്ന് കരകയറി എന്നുള്ളത് ഒരു മാതൃകയായിട്ട് മറ്റ് സഭകൾ കൂടെ എടുക്കാവുന്ന കാര്യമാണ്. എന്തായിരുന്നാലും ഇങ്ങനെ ഹല്ലേലൂയ ന്യൂസിൽ വന്ന് അദ്ദേഹം നമ്മളോട് ഈ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചതിൽ ഹൃദയംഗമായി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.